നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ മുൻകാലങ്ങളിൽ ഏതെങ്കിലും ധാർമ്മിക പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നടത്താൻ ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ ആഴ്ച അതിന് നല്ലതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. അതുവഴി നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. മാത്രമല്ല ഇത് ഉള്ളിൽ നിന്നും സന്തോഷവും നൽകും. നിങ്ങളുടെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ ഈ ആഴ്ച നടപ്പിലാക്കും. അത് നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ലാഭം നൽകും. ഇത് നിങ്ങളുടെ പണം സ്വരൂപിക്കുന്നതിന് സഹായിക്കും. ഒപ്പം നിങ്ങളുടെ ഭാവിയിൽ ബാങ്ക് ബാലൻസിലേക്ക് കുറച്ച് ചേർക്കാനും കഴിയും. ഈ ആഴ്ച വീട്ടിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കും. എന്നിരുന്നാലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനോ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിനോ മുമ്പ് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ നന്നായി അറിയുക. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഉപയോഗശൂന്യമായ വിമർശനത്തിന്റെ ഇരയാകാം. നിങ്ങളുടെ ജോലിക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും ചിന്തകൾക്കും നിങ്ങളുടെ വിധിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ഒപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. ഈ ആഴ്ച ഹോസ്റ്റലുകളിലോ ബോർഡിംഗ് സ്കൂളുകളിലോ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ശ്രദ്ധയോടെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കൂ. വിദേശത്തേക്ക് പോകാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത ഭാഗത്തിനു ശേഷം ഒരു വിദേശ കോളേജിലോ സ്കൂളിലോ പ്രവേശനം നേടുന്നതിന് അടുത്ത ബന്ധുക്കളിൽ നിന്ന് അവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും. തന്ത്രപരമായ നീക്കങ്ങളും ശരിയായ സമീപനങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ടതെല്ലാം സംരക്ഷിക്കാൻ പ്രാപ്തമാക്കും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഭാവിയിൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാകും. വിദഗ്ധരുമായി കൂടിയാലോചിച്ചാൽ അധിക ചെലവ് പദ്ധതികളിൽ ഏർപ്പെടാൻ ഇത് നല്ല സമയമാണ്. വാരാത്യം ചന്ദ്രൻ 10ഉം 11ഉം ഭാവങ്ങളിലാകയാൽ ഞായർ മുതൽ ബുധൻ വരെ അഭീഷ്ടപ്രാപ്തി ഉണ്ടാവുന്നതാണ്. കർമ്മഗുണം കൈവരും. തൊഴിലിടത്തിൽ അധീശത്വം പ്രകടിപ്പിക്കുന്നതാണ്. അത് അംഗീകരിക്കപ്പെടാം. ഊഹക്കച്ചവടം, ബിസിനസ്, ചിട്ടി, അധ്വാനത്തിന്റെ വേതനം എന്നിങ്ങനെ ധനാഗമം വന്നെത്തും. പ്രശംസയാൽ മനസ്സന്തോഷം ജനിക്കുന്നതാണ്. തൊഴിലിൽ സംതൃപ്തിയുണ്ടാവും. ബുധനാഴ്ച ഉച്ചയ്ക്കുമേൽ വ്യാഴം മുഴുവൻ പലതരം തടസ്സങ്ങളെ അഭിമുഖീകരിക്കുന്നതാണ്. സുഗമത കുറയും. വെള്ളിയും ശനിയും സുഖഭക്ഷണയോഗം, കാര്യസാധ്യം, ശുഭവാർത്താ ശ്രവണം ഇവ പ്രതീക്ഷിക്കാം. ജീവിത പുരോഗതിക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ചുറ്റുമുള്ളത്. ആലസ്യം ഒഴിവാക്കണം. പ്രധാന തീരുമാനങ്ങൾ ആത്മവിശ്വാസപൂർവ്വം കൈക്കൊള്ളും. ക്രിയോത്സുകതയിൽ ന്യൂനം സംഭവിക്കില്ല. സാങ്കേതികവിദ്യയിൽ പുതിയ അറിവ് നേടും. കുടുംബസുഖം കുറയില്ല. മക്കളോട് കടുംപിടിത്തവും ആജ്ഞാശീലവും ഒഴിവാക്കുകയാവും ഉചിതം. പഞ്ചമഭാവത്തിലെ കേതുവും കുജനും സന്താനഭാവത്തിൽ സഞ്ചരിക്കുന്നുവെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. സഭകളിൽ ശോഭിക്കുന്നതിന് അവസരമുണ്ടാവും. ഗവേഷണം നടത്തി അവതരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് സ്വീകാര്യത ലഭിച്ചേക്കും. തൊഴിലിടത്തിൽ സഹപ്രവർത്തകരുമായി കിടമത്സരമുണ്ടാവും. തർക്കങ്ങൾ ഒഴിവാക്കുക അഭികാമ്യം. അഭിമുഖങ്ങളിൽ നേട്ടമുണ്ടാക്കുന്നതാണ്. പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വന്നേക്കില്ല. സാമ്പത്തിക ശോചിത നീങ്ങുന്നതായിരിക്കും. ഓൺലൈനായി പുതുകാര്യങ്ങൾ പഠിക്കാൻ സാഹചര്യം കൈവരുന്നതാണ്. സുഖഭോഗങ്ങളുണ്ടാവും. പൂർവ്വകാല സുഹൃത്തുക്കളുമായി വീണ്ടും സൗഹൃദം പുലരും. ഗൃഹനിർമ്മാണം തുടങ്ങുന്ന കാര്യത്തിൽ അവ്യക്തതകൾ വരാം. ഗൃഹത്തിലെ വയോജനങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേരം കണ്ടെത്തുന്നതാണ്. ഇടവം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം നേരിടേണ്ടിവരും. അതിൽ നിങ്ങൾക്ക് കുറച്ച് പണം ചിലവഴിക്കേണ്ടിവരും. എന്നാൽ പണത്തിന്റെ അഭാവം കാരണം നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് പണം കടം ചോദിക്കാം. ഈ ആഴ്ച നിങ്ങൾ എല്ലാ തരത്തിലുള്ള ദീർഘകാല നിക്ഷേപവും ഒഴിവാക്കേണ്ടിവരും. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി സന്തോഷകരമായ ചില നിമിഷങ്ങൾ ചെലവഴിക്കുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ. കാരണം ഇത് നിങ്ങളുടെ ചിന്താശേഷിയും സമാധാനവും വികസിപ്പിക്കാനുള്ള അവസരം നൽകും. ഈ ആഴ്ച അടുത്ത വ്യക്തിയുമായുള്ള വാദങ്ങൾ കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് നിങ്ങളുടെ വാക്കുകൾ അവരുടെ മുന്നിൽ തുറന്നിടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വർദ്ധിക്കാം. നിങ്ങളുടെ ജോലിയിൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ ആഴ്ച നിങ്ങൾ കഠിനമായി പരിശ്രമിക്കേണ്ടിവരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഒരു ജോലിയും പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ ജോലിയിൽ നേരിട്ട് സ്വാധീനം ചെലുത്തും. അതുമൂലം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടാം. ഈ ആഴ്ച ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സ്, കമ്പനി സെക്രട്ടറി, നിയമം, സാമൂഹിക സേവന മേഖല എന്നിവ പഠിക്കുന്ന രാശിക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനായി കുറച്ച് കൂടുതൽ പണം ചിലവഴിക്കേണ്ടിവരും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് പണം ആവശ്യപ്പെടാം. എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ആശയവിനിമയ ഗ്രഹമായ ബുധൻ ഇപ്പോൾ ഒരു എതിരാളിയിൽ നിന്ന് ഒരു സഖ്യകക്ഷിയായി മാറിയതിനാൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കാനും നിങ്ങൾ ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയും. യാത്രാ നക്ഷത്രങ്ങൾ മികച്ചതായി കാണപ്പെടുന്നു. എല്ലാ നിർദ്ദേശങ്ങളും 2 തവണ പരിശോധിക്കുക. തൊഴിലിടത്തിൽ സഹപ്രവർത്തകരുമായി കിടമത്സരമുണ്ടാവും. തർക്കങ്ങൾ ഒഴിവാക്കുക അഭികാമ്യം.
അഭിമുഖങ്ങളിൽ നേട്ടമുണ്ടാക്കുന്നതാണ്. പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വന്നേക്കില്ല. സാമ്പത്തിക ശോച്യത നീങ്ങുന്നതായിരിക്കും. ഓൺലൈനായി പുതുകാര്യങ്ങൾ പഠിക്കാൻ സാഹചര്യം കൈവരുന്നതാണ്. സുഖഭോഗങ്ങളുണ്ടാവും. പൂർവ്വകാല സുഹൃത്തുക്കളുമായി വീണ്ടും സൗഹൃദം പുലരും. ഗൃഹനിർമ്മാണം തുടങ്ങുന്ന കാര്യത്തിൽ അവ്യക്തതകൾ വരാം. ഗ്രഹത്തിലെ വയോജനങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേരം കണ്ടെത്തുന്നതാണ്. ചന്ദ്രസഞ്ചാരം ഏറെക്കുറെ അനുകൂല രാശികളിലാണ്. ഭാഗ്യാനുഭവങ്ങൾ കൈവരും. നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ കിട്ടാം. പ്രവൃത്തികളിൽ നിന്നും മാനസികോല്ലാസമുണ്ടായേക്കും. കരുതിയതിനേക്കാൾ എളുപ്പത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും. കുടുംബത്തിനൊപ്പം പുറമേ നിന്നും ഭക്ഷണം, കാഴ്ച കാണൽ, ഷോപ്പിംഗ് ഇത്യാദികൾ സാധ്യമാവും. ഓഫീസ് കാര്യങ്ങളിൽ മേലധികാരികൾ വ്യക്തത കൈവരിക്കാൻ ഉപദേശം തേടാം. രോഗഗ്രസ്തർക്ക് ചികിത്സാ മാറ്റം ഫലവത്താകും. വെള്ളി, ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയാം. ആദർശവും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്നതിൽ വിജയിക്കും. അധികാരപൂർവ്വം പദവികൾ കൈയാളും. സമ്മർദ്ദങ്ങളെ പുറത്തുകാട്ടില്ല. പ്രതിസന്ധികളുണ്ടായാൽ അവയെ ഭംഗിയായി മറികടക്കുവാനാവും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ നേരം കണ്ടെത്തുന്നതാണ്. കലാപ്രവർത്തനത്തിൽ നിന്നും ധനാഗമമുണ്ടാവും. മകളുടെ ജോലിസ്ഥലത്ത് പോയി താമസിക്കേണ്ട സാഹചര്യം ഉരുത്തിരിയാം. പുതിയ വാഹനം വാങ്ങുന്നത് പിന്നീടത്തേക്കാക്കുകയാവും ഉചിതം. മിഥുനം രാശി. നിങ്ങളുടെ ആരോഗ്യം ഈ ആഴ്ച മെച്ചപ്പെടും. പക്ഷേ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന ഉയർച്ച താഴ്ചകൾ നിങ്ങളെ അസ്വസ്ഥരാക്കും. അതിനാൽ നിങ്ങളുടെ മനഃസമാധാനത്തിനായി അടുത്ത സുഹൃത്തുക്കളുമായി കുറച്ച് സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ചന്ദ്രചിഹ്നമനുസരിച്ച് ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഒരു വലിയ ഇടപാട് നടത്തി നിങ്ങൾക്ക് ചില വലിയ നേട്ടങ്ങൾ നേടാൻ കഴിയും. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഇക്കാരണത്താൽ നിങ്ങൾക്കായി ഏതെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാനും കഴിയും. പക്ഷേ നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ആ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യത കാണുന്നു. ഇത് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 1ാം ഭാവത്തിൽ വരുന്നതിനാൽ പ്രതിവാര ജാതകപ്രകാരം നിങ്ങൾക്ക് ഈ ആഴ്ച അവരുടെ കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷം ലഭിക്കും. ഈ സമയത്ത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മുമ്പുണ്ടായ എല്ലാ പൊരുത്തക്കേടുകളും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ ഇടയാക്കും. നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച ആളുകൾക്ക് വളരെ ശുഭകരമായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ ജോലിയും ഊർജ്ജത്തോടും ശക്തിയോടും കൂടി ചെയ്യാൻ കഴിയും. ഈ ആഴ്ച നിങ്ങളുടെ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയമാകുന്നതും അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതും നിങ്ങൾ ഒഴിവാക്കേണ്ടിവരും. അതിനാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും യോജിക്കാത്ത ഒരു തീരുമാനവും എടുക്കരുത്. ഇത് താരതമ്യേന രഹസ്യാത്മകമായ ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ചില സ്വകാര്യ പദ്ധതികളെക്കുറിച്ച് പങ്കാളികളെ അറിയിക്കുന്നതിൽ നിങ്ങൾ മുമ്പത്തേക്കാൾ സന്തോഷവാനായിരിക്കും. നിങ്ങളുടെ ജാഗ്രത ഉപേക്ഷിച്ച് മറ്റുള്ളവർ നിങ്ങളെ ആകർഷിക്കാൻ അനുവദിക്കുക. സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ മികച്ച താൽപ്പര്യങ്ങൾ മാത്രമേ മനസ്സിലുള്ളൂ എന്ന് വിശ്വസിക്കാനുള്ള സമയമാണിത്. ആദർശവും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്നതിൽ വിജയിക്കും. അധികാരപൂർവ്വം പദവികൾ കൈയാളും. സമ്മർദ്ദങ്ങളെ പുറത്തുകാട്ടില്ല. പ്രതിസന്ധികളുണ്ടായാൽ അവയെ ഭംഗിയായി മറികടക്കുവാനാവും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ നേരം കണ്ടെത്തുന്നതാണ്. കലാപ്രവർത്തനത്തിൽ നിന്നും ധനാഗമമുണ്ടാവും. മകളുടെ ജോലിസ്ഥലത്ത് പോയി താമസിക്കേണ്ട സാഹചര്യം ഉരുത്തിരിയാം. പുതിയ വാഹനം വാങ്ങുന്നത് പിന്നീടത്തേക്കാക്കുകയാവും ഉചിതം. പുതിയ ആശയങ്ങൾ സുഹൃത്തുക്കളോട് ആവിഷ്കരിച്ച് അഭിനന്ദനം നേടുന്നതായിരിക്കും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തയെത്തും. കെട്ടിട നിർമ്മാണത്തിന് തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ അനുമതി ലഭിക്കുന്നതാണ്. വാരാന്ത്യം ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതിൽ മനസ്സ് മടുക്കാതിരുന്നാൽ പ്രയത്നങ്ങൾ സഫലമാവുന്നതാണ്. രോഗഗ്രസ്തർക്ക് ആശ്വാസം ഭവിക്കും. കുടുംബത്തിനായി വേണ്ടത്ര സമയം ചെലവഴിക്കാൻ കഴിഞ്ഞേക്കില്ല. ജോലി മാറുന്നതിനായി നിലവിലെ ജോലി വിടുന്നത് ഇപ്പോൾ നല്ല തീരുമാനമാവില്ല. സാങ്കേതിക ജോലികളിൽ ഏർപ്പെട്ടവർക്ക് പ്രതീക്ഷിച്ച അവസരം കൈവരും. മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. കിട്ടാക്കടങ്ങൾ കിട്ടിയേക്കാം. വീടിന്റെ നവീകരണത്തിന് ഏർപ്പാടാക്കും. കരാർ പണികൾ പുതുക്കുമ്പോൾ വ്യവസ്ഥകൾ മനസ്സിലാക്കണം. നവീന ഇലക്ട്രോണിക് ഉൽപ്പന്നം വാങ്ങിയേക്കും. വാരാന്ത്യം നവാരംഭങ്ങൾക്ക് ഉചിതമല്ല. ചെലവുകൾ അധികരിക്കാം. ദൗത്യങ്ങൾ ഏൽപ്പിച്ചവർ പൂർത്തിയാക്കാത്തത് ഖേദത്തിനിടവരുത്തും. പിന്തുണകൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക ഉചിതമാവും. കർക്കിടകം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 12ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് അത്ര ഊർജ്ജദായകമാകില്ല. മാത്രമല്ല ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ അസ്വസ്ഥരാകുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ അല്പം ശാന്തമാകേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം നിങ്ങളുടെ ദേഷ്യ സ്വഭാവം നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. ചില കാരണങ്ങളാൽ നിങ്ങളുടെ പണം മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ പണം സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക. മാത്രമല്ല ജീവനക്കാരല്ലാതെ ആരും ഇത് അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ആഴ്ച നിങ്ങൾ ഒരു യാഥാസ്ഥിതിക മനോഭാവം സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിനായി നിങ്ങൾ കുഴപ്പത്തിലാണെങ്കിൽ മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കുന്നത് ഒഴിവാക്കേണ്ടിവരും.
മറ്റുള്ളവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ കാരണം നിങ്ങൾ കുഴപ്പത്തിലല്ല. മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം എടുക്കുന്നത് പലപ്പോഴും മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾക്കും സഹായിക്കുന്നു. എന്നാൽ ഈ ആഴ്ച അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥ ഒരു തോന്നൽ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം തേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. ഇത് വലിയതും പ്രധാനപ്പെട്ടതുമായ നിരവധി തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കും. ഈ ആഴ്ച നിങ്ങളുടെ സന്തോഷകരമായ സ്വഭാവവും ബൗദ്ധിക കഴിവുകളും നിങ്ങളെ വിദ്യാഭ്യാസത്തിൽ വിജയിപ്പിക്കും. എന്നാൽ ഇക്കാരണത്താൽ നിങ്ങൾക്ക് നിരവധി വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നേരെ തിരിയാം. കാരണം നിങ്ങളുടെ വളർന്നുവരുന്ന വിജയം കണ്ടതിനു ശേഷം അവർ നിങ്ങളോട് അസൂയപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഭാവിയിൽ നിങ്ങളെ കുഴപ്പത്തിലാക്കും. ഒരു ബിസിനസ് കാര്യത്തിൽ ആരെങ്കിലും നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സാമ്പത്തിക സാധ്യതകൾ മെച്ചപ്പെട്ടു വരിക മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷയുടെയും ശുഭാപ്തിവിശ്വാസത്തിന്റെയും ഒരു പുതിയ ചക്രത്തിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും ഗുണകരമായ ഗ്രഹമായ വ്യാഴം വീണ്ടും അതിന്റെ മാന്ത്രികത പ്രവർത്തിക്കാൻ പോകുന്നു. സാങ്കേതിക ജോലികളിൽ ഏർപ്പെട്ടവർക്ക് പ്രതീക്ഷിച്ച അവസരം കൈവരും. മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. കിട്ടാക്കടങ്ങൾ കിട്ടിയേക്കാം. വീടിന്റെ നവീകരണത്തിന് ഏർപ്പാടാക്കും. കരാർ പണികൾ പുതുക്കുമ്പോൾ വ്യവസ്ഥകൾ മനസ്സിലാക്കണം. നവീന ഇലക്ട്രോണിക് ഉൽപ്പന്നം വാങ്ങിയേക്കും. വാരാന്ത്യം നവാരംഭങ്ങൾക്ക് ഉചിതമല്ല. ചെലവുകൾ അധികരിക്കാം. ദൗത്യങ്ങൾ ഏൽപ്പിച്ചവർ പൂർത്തിയാക്കാത്തത് ഖേദത്തിനിടവരുത്തും. പിന്തുണകൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക ഉചിതമാവും. എത്ര പുതുക്കാൻ ശ്രമിച്ചാലും കാര്യങ്ങൾ പഴയതുപോലെ തുടരുന്നതിൽ മനസ്സുമടുക്കും. കച്ചവടത്തിൽ പുരോഗതിയുണ്ടാവും. വിപണന തന്ത്രങ്ങൾ ഫലം കാണുന്നതായി തോന്നും. എന്നാൽ ഇപ്പോൾ കൂടുതൽ ധനം മുടക്കുന്നത് ഉചിതമായിരിക്കില്ല. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കുറയാൻ സാധ്യതയില്ല. ബന്ധുക്കളുടെ ആവശ്യങ്ങളോട് അനുകൂല കാട്ടാത്തതിനാൽ ശത്രുത വരാം. വാക്കുകൾ ദുർവ്യാഖ്യാനിക്കാൻ ആരെങ്കിലും ശ്രമിച്ചെങ്കിൽ അത്ഭുതപ്പെടാനില്ല. ആരോഗ്യപരിപാലനത്തിൽ ഉദാസീനതയരുത്. തിങ്കളും ചൊവ്വയും അഷ്ടമരാശിയാകയാൽ എല്ലാ കാര്യങ്ങളിലും കരുതൽ വേണ്ടതുണ്ട്. ആദിത്യൻ 12-ൽ നിന്നും ജന്മരാശിയിലേക്ക് കടക്കുകയാൽ അലച്ചിലും കാര്യനിർവഹണത്തിലെ ക്ലേശങ്ങളും തുടരുന്നതാണ്. ഞായർ മുതൽ ചൊവ്വ വരെ വാഹനം ഉപയോഗിക്കുന്നതിലും സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കണം. പാരമ്പര്യ ജോലികൾ ചെയ്യുന്നവർക്ക് മടുപ്പ് തോന്നാനിടയുണ്ട്. സാമൂഹ്യമാധ്യമങ്ങളിൽ കൂടുതൽ കരുതലോടെ ഇടപെടേണ്ടതാണ്. വാക്കുകൾ വളച്ചൊടിക്കാൻ ആളുകളുണ്ടായേക്കാം. പഠനകാര്യത്തിൽ ഉദാസീന സാധ്യത കാണുന്നു. രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രണയികൾക്ക് സന്തോഷാവസരങ്ങൾ സംജാതമായി. ചിങ്ങം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 8-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മോശം ആരോഗ്യം കാരണം നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാം. എന്നാൽ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അസ്വസ്ഥതകളെല്ലാം അപ്രത്യക്ഷമാകും. യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു തന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതിനാൽ സ്വയം വിശ്വസിക്കുകയും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് സ്വയം ബോധവാന്മാരായിരിക്കുകയും ചെയ്യുക. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തികമായി ഈ ആഴ്ച ആളുകൾക്ക് വളരെ ശുഭകരമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശ്രമങ്ങളെ ചെറുതായി വീഴാൻ അനുവദിക്കരുത്. കാരണം ഈ സമയത്ത് അനുകൂലമായ ഗ്രഹസ്ഥാനങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് മികച്ച അവസരങ്ങൾ നൽകും. ഈ ആഴ്ച ജോലിസ്ഥലത്തെ അധിക ജോലി സമ്മർദ്ദത്തിന് കാരണമാകും. ഇക്കാരണത്താൽ നിങ്ങൾക്കായി സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. കുടുംബവുമായും ചങ്ങാതിമാരുമായും മുൻകാല പദ്ധതികൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കാം. ഈ ആഴ്ച ഗ്രഹങ്ങളുടെ ശുഭകരമായ സംയോജനം മൂലം പ്രണയവിവാഹത്തിനുള്ള സാധ്യതകളുണ്ടാകും. ഈ ആഴ്ച നിങ്ങൾക്ക് അല്പം അലസത അനുഭവപ്പെടാം. എന്നാൽ ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും പ്രശംസ നേടാൻ നിങ്ങൾ ഉത്സുകരാകും. ഇക്കാരണത്താൽ നിങ്ങളുടെ ജോലിയിൽ മുന്നേറാനുള്ള നല്ലൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലെ നിഷേധ ചിന്തകൾ വിഷത്തേക്കാൾ അപകടകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ആഴ്ച അത്തരമൊരു സാഹചര്യത്തിൽ യോഗയുടെയും ധ്യാനത്തിന്റെയും സഹായത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന എല്ലാത്തരം നിഷേധാത്മകതകളും ഇല്ലാതാക്കാൻ കഴിയും. വ്യാഴവും ചൊവ്വയും തമ്മിലുള്ള നിലവിലെ ബന്ധം ആരോഗ്യവും ജോലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ രാശിയുടെ ഭാഗത്തെ ബാധിക്കുന്നു. നിങ്ങൾ സ്വയം വളരെയധികം സമ്മർദ്ദം ചെലുത്തുകയാണോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട സമയമാണിത്. കാര്യങ്ങൾ മാറിത്തുടങ്ങുന്നുവെന്ന് ആശ്വസിക്കാം. ജീവിതത്തിൽ സമരവും തിടുക്കവും ക്ലേശവും മാത്രമല്ല ഉള്ളതെന്നും ആശ്വാസവും ആഹ്ലാദവും കൂടിയുണ്ടെന്നും അറിഞ്ഞു തുടങ്ങും. സ്വജനങ്ങൾ പിണക്കം വെടിഞ്ഞു മുന്നോട്ടുവരുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണർവ് അനുഭവപ്പെടും. പുതിയ സംരംഭങ്ങൾ തൽക്കാലം തുടങ്ങരുത്. വ്യവഹാരങ്ങൾ കൂടിയാലോചനകളിലൂടെ പരിഹരിച്ചേക്കും. തൊഴിലിടത്തിൽ അമിതമായ ജോലിഭാരം ഉണ്ടായേക്കില്ല. വാഗ്ദാനം ലംഘിക്കുന്നവരോട് പൊറുക്കുവാനാവും. വയോജനങ്ങളുടെ പരിചരണത്തിൽ ശ്രദ്ധയുണ്ടാവണം. കർമ്മഗുണം കുറയില്ല. നേട്ടങ്ങളുണ്ടാവും. പുതുകാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ്. തടസ്സങ്ങൾ പരിഹരിക്കുന്നതിൽ സഹപ്രവർത്തകരുടെ സഹായം തേടും. സംഘടനയിൽ സമരസപ്പെടും. തൊഴിൽ ദാതാവിനോട് കയർക്കേണ്ട സാഹചര്യം വരാം. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പ്രാവർത്തികമാക്കും. മകന്റെ കൂട്ടുകെട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. പരസ്യശാസനകൾക്ക് മുതിരാതിരിക്കുക അഭികാമ്യം. ന്യായമായ ആവശ്യങ്ങൾക്ക് പണം തടസ്സമാവില്ല.
രോഗക്ലേശിതർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന സഹായധനം കൈമാറുന്നതാണ്. ആഴ്ചമധ്യത്തിലെ 2 ദിവസങ്ങൾക്ക് മേന്മ കുറയാം. ജോലിയിൽ കരുതിയത്ര ക്ലേശങ്ങളുണ്ടാവില്ല. ഒപ്പമുള്ളവരുടെ സഹകരണം വേണ്ടുവോളം കൈവരുന്നതാണ്. സുഹൃദ്വലയത്തിൽ കൂടുതൽ കാര്യയുണ്ടാവും. മുഖ്യ വരുമാനം കൂടാതെ ഉപതൊഴിലുകളിൽ നിന്നും സാമ്പത്തികം മുന്നെത്തും. സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കാര്യസാധ്യം പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. അവധിക്കാലത്തുള്ള കുടുംബയാത്രകൾക്ക് പദ്ധതി തയ്യാറാക്കും. ഇഷ്ടവിഷയങ്ങൾ വായിക്കുക, പഠിക്കുക, ആസ്വദിക്കുക മുതലായവ സാധ്യമാകും. കന്നി രാശി, ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 7ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് തോന്നുന്നു. ഇതിനൊപ്പം ഈ ആഴ്ചയുടെ മധ്യത്തിൽ ജോലിഭാരം നിങ്ങൾക്ക് വർദ്ധിക്കാം. എന്നാൽ സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. ഈ ആഴ്ച നിങ്ങളുടെ ഏതെങ്കിലും ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് വസ്തുക്കൾ തകരാറിലാകാം. അതുമായി ബന്ധപ്പെട്ട് മുൻപ് കണക്കാക്കിയ സാമ്പത്തികത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രധാന ഭാഗം ചെലവഴിക്കേണ്ടിവരാം. അതിനാൽ നിങ്ങളുടെ വസ്തുവകകൾ തുടക്കം മുതൽ തന്നെ പരിപാലിക്കുന്നതാണ് നല്ലതാണ്. ഈ ആഴ്ച നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം കാരണം നിങ്ങൾ അല്പം അസ്വസ്ഥനാകും. ഇത് നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അവരുമായി വഴക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ എല്ലാവരുമായി നിങ്ങൾ പങ്കിടുമ്പോൾ നിങ്ങളുടെ വിജയസാധ്യത നിങ്ങൾ ഇല്ലാതാക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ എതിരാളികൾ പോലും ഈ ബലഹീന മുതലെടുത്ത് നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഒരു വിദേശത്ത് പഠിക്കാൻ ശ്രമിക്കുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച കാത്തിരിക്കേണ്ടി വരും. അപൂർണമായ ഒരു പ്രമാണം കാരണം നിങ്ങളുടെ കഠിനാധ്വാനം വെള്ളത്തിലാകും. ഈ ആഴ്ചയിലെ നക്ഷത്രങ്ങളെല്ലാം കന്നിരാശിക്കാരുടെ ക്രിയാത്മകമായ ആഗ്രഹങ്ങളിലും കലാപരമായ ഹോബികളിലും കടാക്ഷിക്കും. ഈ അത്ഭുതകരമായ രാശിക്ക് കീഴിൽ ജനിച്ച എല്ലാവരും ആകർഷകമായ സാമൂഹിക അനുഭവങ്ങളുടെ ഒരു പരമ്പരയിലേക്ക് നീങ്ങുന്നു. എല്ലാം നിങ്ങളുടെ വരുതിയിലേക്ക് വരുന്നതാണ്. ഉടനെ ശാന്തമായ ഒരു രാത്രിയിൽ നിങ്ങൾ വനാന്തര യാത്ര ആസ്വദിക്കും. ജോലിയിൽ കരുതിയത്ര ക്ലേശങ്ങൾ ഉണ്ടാവില്ല. ഒപ്പമുള്ളവരുടെ സഹകരണം വേണ്ടുവോളം കൈവരുന്നതാണ്. സുഹൃത്വലയത്തിൽ കൂടുതൽ കാര്യതയുണ്ടാവും. മുഖ്യ വരുമാനം കൂടാതെ ഉപതൊഴിലുകളിൽ നിന്നും സാമ്പത്തികം വന്നെത്തും. സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കാര്യസാധ്യം പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. അവധിക്കാലത്തുള്ള കുടുംബയാത്രകൾക്ക് പദ്ധതി തയ്യാറാക്കും. ഇഷ്ടവിഷയങ്ങൾ വായിക്കുക, പഠിക്കുക, ആസ്വദിക്കുക മുതലായവ സാധ്യമാകും. ചന്ദ്രഗ്രഹസഞ്ചാരം 5 മുതൽ 8 വരെ രാശികളിലാകയാൽ സമ്മിശ്രഫലങ്ങൾ ഭവിക്കാവുന്ന വാരമായിരിക്കും. തൊഴിലിൽ സമ്മർദ്ദങ്ങൾ വരാനിടയുണ്ട്. സമയബന്ധിതമായി ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞേക്കില്ല. അധികാരികളുടെ നീരസത്തിന് പാത്രമാകാം. പരാശ്രയത്വം മനക്ലേശത്തിന് കാരണമാകുന്നതാണ്. ജീവിത പങ്കാളിയുടെ ബിസിനസ്സിൽ നിന്നും വരുമാനം ഉയരും. ദാമ്പത്യ സൗഖ്യം, ഗൃഹസ്വസ്ഥത ഇവ പ്രതീക്ഷിക്കാം. ഇഷ്ടസുഹൃത്തിന്റെ സന്ദർശനം സമാധാനം നൽകും. ഞായർ, വെള്ളി, ശനി ദിവസങ്ങൾക്ക് ഗുണം കുറയുന്നതാണ്. ഭാഗ്യം കൊണ്ട് തടസ്സങ്ങളെയും ആപത്തുകളെയും തരണം ചെയ്യും. കരുതിയതുപോലെ കാര്യങ്ങൾ നീങ്ങണമെന്നില്ല. പക്ഷേ മനസ്സും ശരീരവും അതിനൊപ്പം വേഗത്തിൽ ഒത്തിണങ്ങുന്ന അനുഭവം ഉണ്ടാവും. സാമ്പത്തികമായ അലട്ടലുകൾ സഹനീയമാവും. പോംവഴികൾ തെളിയുന്നതാണ്. ആരോഗ്യരക്ഷ അനിവാര്യമാണ്. കുടുംബം നൽകുന്ന പിന്തുണ എത്ര വലുതാണെന്ന് ഓർമ്മിക്കും. നവാരംഭങ്ങൾ അതിന്റെ താളം കണ്ടെത്തുന്നതാണ്. ചെറുയാത്രകൾ ഹർഷമേകും. വാരാന്ത്യത്തിലെ ശോകം പെട്ടെന്ന് ദോഷമായി മാറും. തുലാം രാശി, ഈ ആഴ്ച മധുരമുള്ള കാര്യങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കും. അത് നിങ്ങൾ നിറവേറ്റും. എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ മോഹങ്ങൾക്ക് നിങ്ങൾക്ക് ദീർഘകാല പ്രമേഹമോ ശരീരഭാരം വർദ്ധിക്കുന്നതിനോ കാരണമാകുമെന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച പെട്ടെന്നുള്ള ലാഭം ഉപയോഗിച്ച് നിങ്ങളുടെ പണം ഒരു പ്രധാന നിക്ഷേപത്തിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാൽ തിടുക്കത്തിൽ നിക്ഷേപം നടത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാധ്യമായ എല്ലാ അപകടസാധ്യതകളും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഹാനികരമായ സാധ്യതകൾ വർദ്ധിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ മനോഭാവം വളരെ ദേഷ്യത്തിലാകാം. വീട്ടിലെ ഒരു സംഭാഷണത്തിനിടയിലും ചർച്ചയ്ക്കിടയിലും നിങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചില അസുഖകരമായ കാര്യങ്ങൾ പറയാം. അതിൽ പിന്നീട് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടിവരും. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതിനു മുമ്പ് ആലോചിക്കേണ്ടതാണ്. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 5ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ധൈര്യവും ശക്തിയും കുറയും. ഇത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട നിരവധി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും. തൽഫലമായി നിങ്ങൾക്ക് നിരവധി മികച്ച അവസരങ്ങളും നഷ്ടപ്പെടാം. ഈ ആഴ്ച മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനം, നിങ്ങളുടെ ശ്രമങ്ങൾ എന്നിവ മൂലം നിങ്ങൾ വിജയിക്കുകയും ചങ്ങാതിമാർ നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. ഈ സമയത്ത് കുടുംബത്തിൽ ബഹുമാനവും ആദരവും നേടുന്നതിനു പുറമെ നിങ്ങൾക്ക് അധ്യാപകരിൽ നിന്ന് ധാരാളം അഭിനന്ദനങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് അഹങ്കാരം നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. വീടിന്റെ പ്രധാനപ്പെട്ട അറ്റകുറ്റപ്പണികളും അലങ്കാരപ്പണികളും പോലെയുള്ള എല്ലാ മെച്ചപ്പെടുത്തലുകളുമായും മുന്നോട്ടു പോകുക. പ്രത്യേകിച്ച് നിങ്ങളുടെ വസ്തുവിന്റെ ഫാബ്രിക് ഉൾപ്പെടുന്നവ.
എല്ലാം വളരെ നന്നായി നടക്കുന്നതിനാൽ നിങ്ങളെ ദുർബലപ്പെടുത്താൻ ആരെയും അനുവദിക്കരുത്. പദ്ധതികൾ സുഗമമായി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പിന്നീട് അനാവശ്യമായി ഇടപെടരുത്. ഭാഗ്യം കൊണ്ട് തടസ്സങ്ങളെയും ആപത്തുകളെയും തരണം ചെയ്യും. കരുതിയതുപോലെ കാര്യങ്ങൾ നീങ്ങണമെന്നില്ല, പക്ഷേ മനസ്സും ശരീരവും അതിനൊപ്പം വേഗത്തിൽ ഒത്തിണങ്ങുന്ന അനുഭവം ഉണ്ടാവും. സാമ്പത്തികമായ അലട്ടലുകൾ സഹനീയമാവും, പോംവഴികൾ തെളിയുന്നതാണ്. ആരോഗ്യരക്ഷ അനിവാര്യമാണ്. കുടുംബം നൽകുന്ന പിന്തുണ എത്ര വലുതാണെന്ന് ഓർമ്മിക്കും. നവാരംഭങ്ങൾ അതിന്റെ താളം കണ്ടെത്തുന്നതാണ്. ചെറുയാത്രകൾ ഹർഷമേകും. വാരാന്ത്യത്തിലെ ശോകം പെട്ടെന്ന് ദോഷമായി മാറും. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സഹപ്രവർത്തകരുടെ വിരോധത്തിന് കാരണമാകും. സ്വയം തൊഴിലിൽ അഭിവൃദ്ധിയുണ്ടാവും. പല കാര്യങ്ങളും തുടങ്ങുന്നതിൽ കാണിക്കുന്ന ഔത്സുക്യം നിലനിർത്തുന്നതിൽ കാണിക്കണമെന്നില്ല. ദൂരദേശത്തുനിന്നും ശുഭകരമായ സന്ദേശങ്ങൾ ലഭിക്കാം. വേണ്ടപ്പെട്ട ചിലരുടെ ദൂഷ്യവശങ്ങൾ ശ്രദ്ധയിൽപ്പെടും. സഹവർത്തിത്വം ഒഴിവാക്കാൻ തീരുമാനിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും. കുടുംബജീവിതത്തിൽ സുഖവും ക്ഷേമവും ഭവിക്കും. ആരോഗ്യപരമായി ഗുണം കുറയുന്നതാണ്. സന്താനങ്ങളാൽ മനസ്സന്തോഷമുണ്ടാവുന്നതായിരിക്കും. ചില ആശങ്കകൾ അകലുന്നതാണ്. മന്ദഗതിയിലായ സ്വന്തം തൊഴിൽ മേഖലയ്ക്ക് ജീവശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുകയാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ശത്രുക്കളായേക്കും. വീട്ടുചെലവുകൾ കൂടി വരുന്നതിൽ ഉത്കണ്ഠയുണ്ടാവും. ഉദ്ദേശിച്ചിറങ്ങുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ പൂർത്തിയാക്കും. സ്ഥലംമാറ്റക്കാര്യത്തിൽ വലിയ പ്രതീക്ഷ വേണ്ടതില്ല. പിതാവിന്റെ ആരോഗ്യകാര്യത്തിലെ ഉദ്വേഗം കുറയാം. മുൻപു വൃശ്ചികം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 5ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. അതിനാൽ ആവേശകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നിങ്ങൾക്ക് വിശ്രമം നൽകുകയും ചെയ്യും. ഈ ആഴ്ച സാമ്പത്തിക പുരോഗതി കാരണം ഗാർഹിക അവശ്യവസ്തുക്കൾ വലിയ അളവിൽ വാങ്ങുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇതുമൂലം നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളുമായി സന്തുഷ്ടരാകും. അതുപോലെ തന്നെ മികച്ചത് ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കുടുംബ ഐക്യത്തിൽ വരുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച മറികടക്കാൻ കഴിയും. അത്തരം നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ കുടുംബാംഗങ്ങൾക്കിടയിൽ സാഹോദര്യം വർദ്ധിക്കും. അതിനാൽ വീട്ടുജോലികളിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾ തന്നെ വീട്ടിലെ സ്ത്രീകളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജോലിയിൽ ചില നിരാശയുണ്ടായിരുന്നുവെങ്കിൽ ഈ ആഴ്ച കാര്യങ്ങൾ വീണ്ടെടുക്കാൻ ആരംഭിക്കുകയും നിങ്ങളുടെ ബിസിനസ് പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതുമൂലം നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടുന്നതിലും നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഈ ആഴ്ച പുതിയത് പഠിക്കാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട്. ഇതിനായി നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ സഹായവും എടുക്കാം. എന്നിരുന്നാലും ഈ സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സമയം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും സാമ്പത്തിക പങ്കാളിത്തം ലാഭകരമാകും. എങ്കിലും പ്രത്യേകിച്ച് മനോഹരമായ വസ്തുക്കൾ നിങ്ങളുടെ ഷോപ്പിംഗ് ലിസ്റ്റിലുണ്ടെങ്കിൽ അനാവശ്യ ചെലവുകളിൽ ഒരു നിയന്ത്രണം വേണം. നിങ്ങളുടെ യാത്രാ നക്ഷത്രങ്ങൾ കഴിഞ്ഞ ആഴ്ചയേക്കാൾ ശക്തമാണ്. അതിനാൽ യാത്ര ചെയ്യൂ. അല്ലെങ്കിൽ കുറഞ്ഞത് പദ്ധതികൾ ആസൂത്രണം ചെയ്യൂ. സന്താനങ്ങളാൽ മനസ്സന്തോഷമുണ്ടാവുന്നതായിരിക്കും. ചില ആശങ്കകൾ അകലുന്നതാണ്. മന്ദഗതിയിലായ സ്വന്തം തൊഴിൽ മേഖലയ്ക്ക് ജീവശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുകയാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ശത്രുക്കളായേക്കും. വീട്ടുചെലവുകൾ കൂടി വരുന്നതിൽ ഉത്കണ്ഠയുണ്ടാവും. ഉദ്ദേശിച്ചിറങ്ങുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ പൂർത്തിയാക്കും. സ്ഥലംമാറ്റക്കാര്യത്തിൽ വലിയ പ്രതീക്ഷ വേണ്ടതില്ല. പിതാവിന്റെ ആരോഗ്യകാര്യത്തിലെ ഉദ്വേഗം കുറയാം. മുൻപ് ചെയ്ത അബദ്ധങ്ങൾ തിരുത്താൻ അവകാശം കിട്ടുന്നതാണ്. പൂർവിക സ്വത്തിൽ നിന്നും ധനാഗമമുണ്ടാവും. മേലുദ്യോഗസ്ഥരെ ഉപദേശിച്ച് കുഴപ്പത്തിലാവാൻ സാധ്യതയുണ്ട്. പ്രണയികൾക്ക് സന്തോഷിക്കുവാൻ സാഹചര്യം ഒത്തുവരുന്നതാണ്. കൂട്ടുകാരുമായി ചേർന്ന് പുതിയ ബിസിനസ് തുടങ്ങുന്നതിൽ തീരുമാനം നീളാം. ഉന്മേഷക്കുറവ് മാറി ഉത്സാഹം വീണ്ടെടുക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ദിശാബോധം കുറയും. വാഹനത്തിന്റെ അറ്റകുറ്റത്തിന് പ്രതീക്ഷിച്ചതിലും ചെലവുണ്ടാവുന്നതായിരിക്കും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ആരാധനകൾ തടസ്സപ്പെടില്ല. കാര്യാലോചനകളിൽ ഉറച്ച നിലപാടുകൾ കൈക്കൊള്ളും. തൊഴിൽ തേടുന്നവർക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനാവും. സമൂഹമധ്യത്തിൽ ബഹുമാന്യയുണ്ടാവും. പദവികൾ ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കാം. വൈയക്തികമായ അഭിരുചികളിൽ കടുംപിടുത്തമുണ്ടാവില്ല. ദൂരയാത്രകളിൽ തത്കാലം താൽപ്പര്യമുണ്ടാവില്ല. വരുമാനം മോശമാവില്ലെങ്കിലും പണച്ചെലവ് കുറയ്ക്കാൻ സ്വയം തീരുമാനിക്കുന്നതാണ്. കലാപ്രവർത്തനത്തിൽ കൂടുതൽ അഗാധത കൈവരും. കുടുംബത്തിന്റെ കാര്യങ്ങളിൽ കൂടുതൽ ആബദ്ധരായേക്കും. ധനുരാശി. ഈ ആഴ്ച നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാം. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 4ാം ഭാവത്തിൽ വരുന്നതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് നിങ്ങൾക്ക് സ്വയം അധിക സമ്മർദ്ദം അനുഭവപ്പെടും. എന്നാൽ നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആരോടും വാഗ്ദാനം ചെയ്യരുത്. മറ്റുള്ളവരെ മാത്രം പ്രസാദിപ്പിക്കുന്നതിന് അനാവശ്യ സമ്മർദ്ദങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ ഈ ആഴ്ച നടപ്പിലാക്കും. അത് നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ലാഭം നൽകും. ഇത് നിങ്ങളുടെ പണം സ്വരൂപിക്കുന്നതിന് സഹായിക്കും. ഒപ്പം നിങ്ങളുടെ ഭാവിയിൽ ബാങ്ക് ബാലൻസിലേക്ക് കുറച്ച് ചേർക്കാനും കഴിയും. ഈ ആഴ്ച നിങ്ങൾ എല്ലാം വളരെ ഊർജ്ജത്തോടെ ചെയ്യുമെങ്കിലും അനാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങളാൽ
നിങ്ങളുടെ മാനസികാവസ്ഥ വഷളാകാൻ സാധ്യതയുണ്ട്. അതുമൂലം നിങ്ങളുടെ കുടുംബജീവിതത്തിലെ നിങ്ങളുടെ സ്വഭാവം അല്പം പരുഷമാകാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം ഈ ആഴ്ച ജോലിയിൽ പ്രമോഷൻ പോലുള്ള നിരവധി നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. മുൻകാലങ്ങളിൽ മോശമായിരുന്ന സാഹചര്യങ്ങൾ ഈ സമയത്ത് അവ ശരിയാകും. ഈ ആഴ്ച പുതിയ എന്തെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ബൗദ്ധിക ശേഷി മെച്ചപ്പെടുത്തും. അതല്ലാതെ മറ്റ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് കുറയുന്നതിനൊപ്പം നിരവധി ദോഷകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരാം. നിങ്ങളുടെ സാമ്പത്തിക നക്ഷത്രങ്ങൾ കുറച്ച് മാസങ്ങളായി ശക്തമാണ്. അതിനാൽ പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം പൂർണ്ണമായ ഈ ടേണിലൂടെ ആയിരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു ഹ്രസ്വ കാലയളവിലേക്ക് പ്രവേശിക്കുകയാണ്. അത് സമ്പാദിക്കുന്നതിനേക്കാൾ പണം നൽകുന്നതിൽ നിങ്ങൾ വളരെ മികച്ചതായിരിക്കും. നിങ്ങളുടെ ജീവകാരുണ്യ സഹജാവബോധത്തിൽ മുഴുകുക. പങ്കാളികളാൽ എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കാനാവും. പരാശ്രയത്വം ഉണ്ടാവില്ല. അധികാരികളോട് ദൂരം സൂക്ഷിക്കും. അവരുടെ ശരിയും തെറ്റും ചൂണ്ടിക്കാട്ടുന്നതിനാൽ സമ്മർദ്ദം ഉയരും. പക്ഷേ ന്യായത്തിന്റെ ഭാഗത്തുനിന്നും മാറുകയില്ല. വിദ്യാഭ്യാസ വായ്പ കിട്ടാനിടയുണ്ട്. വാഗ്ദാനലംഘനം നടത്തിയ ബന്ധുവിനോട് കയർക്കാം. യാത്രകൾ വേണ്ടിവരുന്നതാണ്. സന്തോഷ സന്ദർഭങ്ങൾ കുറയില്ല. തത്കാലം പഴയ വാഹനം മതി എന്ന നിലപാടിലെത്താം. ദാമ്പത്യത്തിൽ സ്വൈര്യമുണ്ടാവും. ജീവിത പങ്കാളിക്ക് പാരിതോഷികം നൽകുന്നതാണ്. കർമ്മഗുണം കുറയുകയും കൂടുകയും ചെയ്യും. സ്വന്തം ബിസിനസ്സിൽ നടത്തിയ മാറ്റങ്ങളുടെ ഗുണം കണ്ടുതുടങ്ങുന്നതാണ്. ഉപഭോക്താക്കളുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യും. ആരോഗ്യപരമായി ശ്രദ്ധയുണ്ടാവണം. ഈയാഴ്ച ചന്ദ്രന് രാഹു ശനി യോഗം വരികയാൽ മനസ്സ് ഇടയ്ക്കിടെ അകാരണമായി മളാനമാവും. സുഹൃത്തിന്റെ ആവശ്യങ്ങൾക്ക് കൈയയച്ച് സഹായിക്കുന്നതാണ്. വ്യക്തിസ്വാതന്ത്ര്യത്തിൽ ഉറച്ചുനിൽക്കും. പഴയ കടബാധ്യതകൾ പരിഹരിക്കാൻ ശ്രമം തുടരുന്നതാണ്. ഗൃഹത്തിന്റെ നവീകരണം തുടരാം. സർക്കാരിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കാൻ സമയനഷ്ടമുണ്ടാവും. ജോലി തേടുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ചെറുകിട സംരംഭങ്ങളിൽ നിന്നും ലാഭം വർദ്ധിക്കുന്നതാണ്. പുതിയ സൗഹൃദങ്ങളുണ്ടാവും. സംഘടനകൾ, റെസിഡന്റ് അസോസിയേഷൻ ഇവയിൽ സജീവ സാന്നിധ്യം കൈക്കൊള്ളുന്നതായിരിക്കും. ദൂരദിക്കിൽ നിന്നും അനുകൂലമായ സന്ദേശം വരുന്നതാണ്. അനാരോഗ്യത്തിന് ചികിത്സ ഫലപ്രദമാവും. വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ തുക സ്പോൺസർഷിപ്പായി ലഭിക്കാം. മകരം രാശി, ശാരീരികമായും മാനസികമായും ഈ ആഴ്ച നിങ്ങൾക്ക് സുഖം തോന്നും. ഇതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആരോഗ്യകാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ച് ആരോഗ്യത്തോടെയിരിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 6ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയുടെ 2ാം പകുതിയിൽ നിങ്ങൾ ചില വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കും. ഇതിനാൽ നിങ്ങൾക്ക് ഒരു പുതിയ വീട് അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ പദ്ധതിയിടാം. ഇതുമൂലം വീട്ടിലെ അംഗങ്ങളും സന്തുഷ്ടരായി തുടരും. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യം ഈ ആഴ്ച മെച്ചപ്പെടാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ ഈ ആഴ്ച മുഴുവൻ നിങ്ങളുടെ കുടുംബജീവിതം ഒരു പരിധിവരെ മികച്ചതായിരിക്കും. കൂടാതെ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു വാഹനമോ സ്വത്തോ വാങ്ങാൻ ആലോചിക്കാം. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 3ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയം നിങ്ങളുടെ ജോലിയിലെ പുരോഗതി കൈവരും. എന്നാൽ നിങ്ങളുടെ ക്ഷമ പാലിക്കുകയും തിടുക്കത്തിൽ ഒരു തീരുമാനമെടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതേസമയം വിജയത്തിന്റെ ലഹരി നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളുടെ ജാതകപ്രകാരം ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തോന്നുന്നു. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്പം ജാഗ്രത പാലിച്ച് അനുകൂല ഫലങ്ങൾ നേടും. പ്രചോദനത്തിന്റെ ഒരു അപൂർവ നിമിഷം നിങ്ങളുടെ വഴി വരുന്നുണ്ട്. പക്ഷേ ഒരു മരീചിക പോലെ നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് അപ്രത്യക്ഷമായേക്കാം. അടുത്ത വാരാന്ത്യം അനുയോജ്യമായ റൊമാന്റിക് നിമിഷമായിരിക്കാം. എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ ആസൂത്രണം ചെയ്ത രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ദയവായി പ്രതീക്ഷിക്കരുത്. താരങ്ങൾക്ക് വ്യത്യസ്തമായ ആശയങ്ങളുണ്ടാകാം. സർക്കാരിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കാൻ സമയനഷ്ടമുണ്ടാവും. ജോലി തേടുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ചെറുകിട സംരംഭങ്ങളിൽ നിന്നും ലാഭം വർദ്ധിക്കുന്നതാണ്. പുതിയ സൗഹൃദങ്ങളുണ്ടാവും. സംഘടനകൾ, റെസിഡന്റ് അസോസിയേഷൻ ഇവയിൽ സജീവ സാന്നിധ്യം കൈക്കൊള്ളുന്നതായിരിക്കും. ദൂരദിക്കിൽ നിന്നും അനുകൂലമായ സന്ദേശം വരുന്നതാണ്. അനാരോഗ്യത്തിന് ചികിത്സ ഫലപ്രദമാവും. വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ തുക സ്പോൺസർഷിപ്പായി ലഭിക്കാം. തൊഴിലിൽ വളർച്ച തന്നെയാവും അനുഭവപ്പെടുന്നത്. എന്നാൽ സ്വന്തം പണം മുടക്കി ചെയ്യുന്ന തൊഴിലിൽ ഇനിയും അധ്വാനം ആവശ്യമാണ്. പൊതുവെ സാഹചര്യങ്ങൾ പൂർണ്ണമായും അനുകൂലമാണെന്ന് പറയാനാവില്ല. ആത്മനിയന്ത്രണം നഷ്ടമാകരുത്. ക്ഷോഭസാഹചര്യങ്ങൾ വരാം. നെഗറ്റീവ് ചിന്തകളെ മറികടക്കാനാവണം. വാഗ്ദാനങ്ങൾ പാലിക്കാൻ ക്ലേശിക്കുന്നതാണ്. പ്രതീക്ഷിച്ച പിന്തുണകൾ കിട്ടിയേക്കില്ല. എന്നാൽ മറ്റു ചില അനുകൂല സാഹചര്യങ്ങൾ സംജാതമാവുകയും ചെയ്യും. കുടുംബത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നതാണ്. ന്യായമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ്. പിതാവിന്റെ തൊഴിലിൽ നിന്നും ലാഭം കുറയുകയാൽ നിർത്താൻ ആലോചന വരും. സമൂഹത്തിൽ ആദരണീയതയുണ്ടാവുന്നതാണ്. മരണവീട് സന്ദർശിച്ച് സന്തപ്തർക്ക് ആവശ്യമായ സഹായം ചെയ്തുകൊടുക്കും.
അനാവശ്യമായ തിടുക്കം ഗുണം ചെയ്യില്ല. ഉപജാപങ്ങളിൽ പെടാതിരിക്കാൻ കരുതൽ വേണ്ടതുണ്ട്. ധനവിനിയോഗം പിശുക്കോളം പരിമിതപ്പെടുത്തും. ഇക്കാര്യത്തിൽ ഗാർഹികമായ അലോസരങ്ങൾ വന്നെത്തുന്നതാണ്. കുംഭം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 1-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ സമയത്ത് സമ്മർദ്ദത്തിനും ക്ഷീണത്തിനും കാരണമാകും. ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. അതിനാൽ ഈ സമയത്ത് വിശ്രമിക്കാൻ ശ്രമിക്കുക. നിക്ഷേപത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച വളരെ മികച്ചതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ നടത്തിയ ഓരോ നിക്ഷേപവും പിന്നീട് നിങ്ങൾക്ക് ഗണ്യമായ വരുമാനം നൽകും. ഈ സമയത്ത് നിങ്ങളുടെ ധനകാര്യങ്ങൾ അനുകൂല അവസ്ഥയിലായിരിക്കും. നിങ്ങളുടെ ഊർജ്ജസ്വലവും സജീവവും ഊഷ്മളവുമായ പെരുമാറ്റം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷം നൽകും. ഇതുമൂലം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും സ്നേഹവും വാത്സല്യവും ലഭിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ തുടർച്ചയായ ഉയർച്ചതാഴ്ചകൾ കാരണം നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സ്വഭാവത്തിൽ ദേഷ്യമുണ്ടാക്കും. ഇത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും. ജോലിയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതുമൂലം ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. വിദ്യാഭ്യാസത്തിൽ വരുന്ന മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ആഴ്ച മറികടക്കും. അതിലൂടെ നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നല്ല സ്ഥാനം നേടുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിന് സുഖവും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ താൽപ്പര്യവും ഉണ്ടാകും. ഇത് കാണുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നും. ഈ സമയത്ത് എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിക്കുക, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ സമയം കൂടുതൽ ഉപയോഗശൂന്യമായ ജോലികളിൽ പാഴാക്കാം. നിങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ഭരിക്കുന്ന ഗ്രഹത്തിന്റെ താഴേത്തട്ടിലുള്ള മനോഭാവം നിങ്ങൾ പിന്തുടരണം. പലപ്പോഴും നിങ്ങൾ ബുദ്ധിമാനെന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവ പ്രായോഗികമാക്കാനുള്ള ഇച്ഛാശക്തിയോ കഴിവോ ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ മാറേണ്ട സമയമാണ്. ന്യായമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ്. പിതാവിന്റെ തൊഴിലിൽ നിന്നും ലാഭം കുറയുകയാൽ നിർത്താൻ ആലോചന വരും. സമൂഹത്തിൽ ആദരണീയതയുണ്ടാവുന്നതാണ്. മരണവീട് സന്ദർശിച്ച് സന്തപ്തർക്ക് ആവശ്യമായ സഹായം ചെയ്തുകൊടുക്കും. അനാവശ്യമായ തിടുക്കം ഗുണം ചെയ്യില്ല. ഉപജാപങ്ങളിൽ പെടാതിരിക്കാൻ കരുതൽ വേണ്ടതുണ്ട്. ധനവിനിയോഗം പിശുക്കോളം പരിമിതപ്പെടുത്തും. ഇക്കാര്യത്തിൽ ഗാർഹികമായ അലോസരങ്ങൾ വന്നെത്തുന്നതാണ്. കർമ്മരംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ കൂടിയാലോചിക്കും. വ്യക്തത ഉണ്ടായേക്കില്ല. എങ്കിലും വരുന്ന ഉത്സവക്കാലത്തിന് മുന്നേ വിപുലീകരണം വേണമെന്ന് തീരുമാനിക്കും. മാനസിക സംഘർഷങ്ങളാൽ 2 ദിവസം സ്വസ്ഥതയോടെ ഇരിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ നടന്നേക്കില്ല. ദൂരയാത്രകൾ വേണ്ടെന്നു വെക്കുന്നതാണ്. സുഹൃത്തുക്കൾക്കുവേണ്ടി ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ എതിർപ്പുയരാം. വരുമാനത്തിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കും. ഗവേഷകർ പ്രബന്ധരചന പൂർത്തിയാക്കും. പ്രണയിതാക്കൾക്ക് മാനസികോല്ലാസം ഭവിക്കുന്നതാണ്. കാര്യവിജയം സൂത്രപ്പണികൾ കൊണ്ട് സാധ്യമാവില്ല എന്ന് ബോധ്യമാവും. പുതുതലമുറയുടെ ആത്മാർത്ഥതയിൽ അഭിമാനം തോന്നും. മുൻകൂട്ടിയെടുത്ത ചില തീരുമാനങ്ങൾ മാറ്റിവെച്ചേക്കും. ബന്ധുക്കൾക്കായുള്ള സന്ധിസംഭാഷണങ്ങൾ വിജയിക്കുന്നതാണ്. കലാരംഗത്ത് അവസരങ്ങൾ ലഭിക്കാം. കടം വാങ്ങിയ തുക മടക്കിക്കൊടുക്കാൻ ശ്രമം നടത്തിയേക്കും. വ്യവഹാരങ്ങൾക്ക് മുതിരാതിരിക്കുക കരണീയം. പഴയ കൂട്ടുകാരുടെ ഒത്തുചേരൽ സന്തോഷിപ്പിക്കും. രോഗഗ്രസ്തർക്ക് തുടർ ചികിത്സയ്ക്കുശേഷം വീണ്ടും അസ്വസ്ഥത തോന്നാം. മീനം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 1-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ നേട്ടങ്ങൾക്കായി നിങ്ങൾ ധ്യാനവും യോഗയും സ്വീകരിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം തേടാം. ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. എന്നാൽ ഈ സമയം ഉറങ്ങുന്നത് പാഴാക്കുന്നതിനു പകരം അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ആഴ്ച സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് പണത്തിന്റെ അഭാവം അനുഭവപ്പെടും. ഇതുമൂലം ധാരാളം നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്താം. ഈ ആഴ്ച കുടുംബാംഗങ്ങളോട് നിങ്ങളുടെ വാക്കുകളും വികാരങ്ങളും വിശദീകരിക്കുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അതിനാൽ കുറച്ചു സമയം ശാന്തത പാലിക്കുന്നതും അവർക്ക് കുറച്ചു സമയം നൽകുന്നതും നല്ലതാണ്. പങ്കാളിയുടെ വാക്കുകൾ കേട്ടതിനുശേഷം അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ച് ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ സമയത്ത് ഏതെങ്കിലും മൂന്നാമതൊരു വ്യക്തി സത്യം വെളിപ്പെടുത്തുന്നതിനു മുമ്പ് നിങ്ങൾ മുൻകൈയെടുക്കേണ്ടതാണ്. നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ആഴ്ച എതിരാളികൾ മൂലം ബിസിനസ് രാശിക്കാർ അസ്വസ്ഥരാകാം. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പരിചയസമ്പന്നരായ ചില ആളുകളുമായോ വിദഗ്ധരുമായോ നിങ്ങൾക്ക് കൂടി ആലോചിക്കാം. ഇത് നിങ്ങളെ സഹായിക്കും. കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അവരുടെ സ്കൂളിലോ കോളേജിലോ സ്കോളർഷിപ്പ് ലഭിക്കാം. ഇത് നിങ്ങളുടെ ബഹുമാനവും ആദരവും വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കഠിനാധ്വാനം കാണുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനും അഭിമാനം തോന്നും. ചൊവ്വ ഇപ്പോഴും നിങ്ങളുടെ ഗ്രഹനിലയിലെ സെൻസിറ്റീവ് മേഖലകളിലൂടെ ദീർഘനേരം കടന്നുപോകുന്നു. ജോലിയോടുള്ള നിങ്ങളുടെ മനോഭാവം, തൊഴിൽ ചോദ്യങ്ങൾ, സാഹസിക അഭിലാഷങ്ങൾ എന്നിവയെ അഭിമുഖീകരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നിടത്തോളം കാലം നിങ്ങളുടെ ചില പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായതായി തോന്നുന്നു.
കാര്യവിജയം സൂത്രപ്പണികൾ കൊണ്ട് സാധ്യമാവില്ല എന്ന് ബോധ്യമാവും. പുതുതലമുറയുടെ ആത്മാർത്ഥതയിൽ അഭിമാനം തോന്നും. മുൻകൂട്ടിയെടുത്ത ചില തീരുമാനങ്ങൾ മാറ്റിവെച്ചേക്കും. ബന്ധുക്കൾക്കായുള്ള സന്ധിസംഭാഷണങ്ങൾ വിജയിക്കുന്നതാണ്. കലാരംഗത്ത് അവസരങ്ങൾ ലഭിക്കാം. കടം വാങ്ങിയ തുക മടക്കിക്കൊടുക്കാൻ ശ്രമം നടത്തിയേക്കും. വ്യവഹാരങ്ങൾക്ക് മുതിരാതിരിക്കുക കരണീയം. പഴയ കൂട്ടുകാരുടെ ഒത്തുചേരൽ സന്തോഷിപ്പിക്കും. രോഗഗ്രസ്തർക്ക് തുടർ ചികിത്സയ്ക്കുശേഷം വീണ്ടും അസ്വസ്ഥത തോന്നാം. മനസ്സിന് സ്വസ്ഥതയുണ്ടാവും. വാരാന്ത്യ ദിവസങ്ങളിൽ പലതും ചെയ്യാനുണ്ടെന്നത് ഓർമ്മിക്കും. കുടുംബത്തിന്റെ പിന്തുണ ധൈര്യം പകരും. ഇടയ്ക്ക് മനഃശാഞ്ചല്യം അനുഭവപ്പെടും. മുൻ തീരുമാനങ്ങളിൽ നിന്നും പിന്മാറും. സ്വന്തം തൊഴിലിൽ നേട്ടങ്ങൾ, വിശിഷ്യ സാമ്പത്തിക മെച്ചം വരും. എന്നാൽ അമിത ധനവ്യയം നിയന്ത്രിക്കാനാവാത്തതിൽ വിഷമമുണ്ടാവും. എതിർക്കുന്നവരുടെ വായടപ്പിക്കാൻ വൃഥാശ്രമം നടത്തും. എങ്കിലും ശത്രുക്കളെക്കൊണ്ട് അത്ര ഉപദ്രവമുണ്ടായേക്കില്ല. പൊതുപ്രവർത്തനത്തിൽ ഉന്മേഷം കുറയാം. പ്രത്യുൽപ്പന്നമതിത്വവും ബുദ്ധിപരതയും കൊണ്ട് ആപലഘട്ടങ്ങളെ മറികടക്കുന്നതാണ്. പ്രതീക്ഷിച്ചതിൽ പകുതിയെങ്കിലും പൂർത്തിയാക്കുവാൻ സന്ദർഭം വരും. അധികാരികളുടെ അപ്രീതി വകവെക്കില്ല. നവസരംഭങ്ങളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നതാണ്. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനാൽ സംഘടനയിൽ അഭിനന്ദിക്കപ്പെടും. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേരം കണ്ടെത്തിയേക്കും. കുട്ടികളുടെ ആവശ്യപ്രകാരം പുറമേനിന്ന് ഭക്ഷണം, ഷോപ്പിംഗ്, വിനോദവേളകൾ മുതലായവയ്ക്ക് തയ്യാർ